ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സണ്ണി ജോസഫ് എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ പുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ല എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സണ്ണി ജോസഫ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ അദ്ദേഹം ഈ മന്ത്രിസഭയിലെ പുതുമുഖമാണ്. മുഖ്യമന്ത്രിയെ പോലെ തന്നെ മുഖ്യമന്ത്രി പദത്തിൽ ഒരു മന്ത്രി പോലും ആകാതെ നേരിട്ട് വി ഡി സതീശൻ എത്തുന്ന പോലെ തന്നെ മന്ത്രിസഭയിലേക്ക് ആദ്യത്തെ ഊഴമാണ് സണ്ണി ജോസഫിന്. 4ാം വട്ടമാണ് പേരാവൂരിൽ നിന്ന് അദ്ദേഹം നിയമസഭയിൽ എത്തുന്നത്. 2011, 2016, 2021 ഇപ്പോ 2026 അദ്ദേഹം ജയിച്ചു വരുന്നു. KPCCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്. ഇനി പുതിയ പ്രസിഡന്റ് വരും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം അദ്ദേഹത്തെ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്തിന്റെ മന്ത്രിയായി സണ്ണി ജോസഫ് വരുമ്പോൾ അദ്ദേഹം റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. കണ്ണൂരിൽ DCCയുടെ പ്രസിഡന്റായി 2001 മുതൽ 2007 വരെ സംഘടനാ രംഗത്തും അദ്ദേഹം ജില്ലാ തലത്തിൽ സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് പരിണിതപ്രജ്ഞനായ നേതാവാണ്. ആദ്യ ദൗത്യം മന്ത്രിസഭയിൽ അദ്ദേഹം ഏറ്റെടുക്കുന്നു, തന്റെ കയ്യൊപ്പ് ചാർത്തുന്നു ഔദ്യോഗിക രേഖകളിൽ എന്നുള്ളതാണ്. അപ്പോൾ സണ്ണി ജോസഫിന് ഇനി ബൊക്കെ നൽകി ഗവർണർ അദ്ദേഹത്തെ അഭിനന്ദിക്കും. അങ്ങനെ ഓരോരുത്തരായി ഇനി അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് സ്വാഭാവികമായും വളരെ ആവേശത്തോടു കൂടി ആരവത്തോടു കൂടി നമുക്കത് കേൾക്കേണ്ടി വരും. കെ മുരളീധരൻ രാഷ്ട്രീയ പരീക്ഷ